ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് തിയറി ഓഫ് സോഷ്യൽ ആക്ഷൻ ബൈ ടാൽക്കറ്റ് പാർസൺസ്. ചാപ്റ്റർ 3 ഇത് വരുന്നത്. തിയറി ഓഫ് സോഷ്യൽ ആക്ഷനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ടാൽക്കറ്റ് പാർസൺസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ട്. അപ്പം അത് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അപ്പോഴാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ടാൽക്കറ്റ് പാർസൺസ് എന്ന് പറയുന്നത് ഒരു ആധുനിക കാല സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ്. സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഇദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഇൻറ്ററാക്ഷനിസം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് തന്നെ ഇദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ ചുവട് പിടിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡേൺ വ്യൂ ആണ്. ഓക്കെ, ഇൻ സോഷ്യോളജി എക്സ്പെഷ്യലി. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രേറ്റഡ് തിയറട്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് എന്നുള്ളതാണ്. ഇൻറ്റഗ്രേറ്റഡ് ഇൻ ദ സെൻസ് ഹി ഹാസ് ഇൻറ്റഗ്രേറ്റഡ് സൈക്കോളജിസ്റ്റ് ലൈക്ക് സിഗ്മണ്ട് ഫ്രോയിഡ്, അതുപോലെ ആൽഫ്രഡ് മാർഷൽ എന്ന എക്കണോമിസ്റ്റിനെയും, അതുപോലെ വിൽഫ്രഡ് പെരേറ്റോ. നിങ്ങൾക്കറിയാം പൊളിറ്റിക്കൽ സോഷ്യോളജിയിലൊക്കെ മെയിനായിട്ടുള്ളൊരു ഫിഗറാണ് വിൽഫ്രഡ് പെരേറ്റോ. അദ്ദേഹത്തിൻ്റെയും എമൈൽ ദുർഖേമിൻ്റെയും അതുപോലെ മാക്സ് വെബറിൻ്റെയും സോഷ്യൽ ആക്ഷൻ എന്നുള്ള ടേമൊക്കെ കൊണ്ടുവന്നത് തന്നെ എമൈൽ ദുർഖൈമാണ്. അപ്പോൾ മാക്സ് വെബറാണ്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു ട്രീറ്റ്മെൻറ്റും പരീക്ഷണമൊക്കെ ആയിരുന്നു നമ്മുടെ ടാൽക്കറ്റ് പാർസൺസ് തിയറി ഓഫ് സോഷ്യൽ ആക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നടത്തിയത്. ഓക്കെ, ഹി ബിലീവ് ദാറ്റ് all the contributions made by various social scientists, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സോഷ്യൽ സയൻറ്റിസ്റ്റും, lead to one direction to arrive at, or rather converge at one single notion of what he calls social action. സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണ് ഇവരുടെ എല്ലാ തരത്തിലുള്ള ഈ എല്ലാ ആളുകളുടെയും ചിന്തകൾ എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, he discussed about action frame of reference and social system on evolution. ആക്ഷൻ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു ധാരണ ഉണ്ടാകും. കാരണം ഒരു ആക്ടർ, അതുപോലെ ആക്ഷൻ, സിറ്റുവേഷൻ, ഇതൊക്കെയാണ് ആക്ഷൻ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ഇവോൾവ് ചെയ്തു വരുന്ന സോഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചുമൊക്കെ ഇദ്ദേഹം കാര്യമായിട്ട് ഈ ഒരു തിയറിയിൽ വിശദീകരണം നൽകുന്നുണ്ട്. പാർസൺസ് എസ്റ്റാബ്ലിഷ്ഡ് ആക്ഷൻ തിയറി ടു ഇൻറ്റഗ്രേറ്റ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഓർഡർ വിത്ത് സ്ട്രക്ചറൽ ആൻഡ് വോളണ്ടറിസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് മാക്രോ ആൻഡ് മൈക്രോ ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു സോഷ്യൽ ആക്ഷനിൽ മാക്രോ ഫാക്ടേഴ്സും മൈക്രോ ഫാക്ടേഴ്സും ഉണ്ടാകുമെന്നും ഇതിനെയൊക്കെ സ്ട്രക്ചറലായിട്ട് ഓർഡർ ചെയ്യുന്നിടത്താണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എന്നുമൊക്കെയാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഹി ട്രൈഡ് ടു മെയിൻറ്റെയിൻ ദ സയൻറ്റിഫിക് റിഗർ ഓഫ് പോസിറ്റിവിസം വൈൽ അക്നോളജിങ് ദ നെസസിറ്റി ഓഫ് സബ്ജക്റ്റീവ് ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ ആക്ഷൻസ്. ഇപ്പം വളരെ സയൻറ്റിഫിക് ആയിക്കൊണ്ട് തന്നെ, അതായത് പോസിറ്റിവിസത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റേഷനും അതുപോലെ തന്നെ കൺക്ലൂഷൻ പോലുള്ള ഘടകങ്ങളാണ്. ഒരു റിസർച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഉള്ള എക്സ്പ്ലനേഷൻ തരികയാണ് പോസിറ്റിവിസം എന്ന് പറയുന്ന നമ്മുടെ കോംറ്റയുടെ ആശയം, അതിനെ മുൻനിർത്തിയിട്ടുള്ള മറ്റു ആശയങ്ങളും. അപ്പം ആ പോസിറ്റിവിസത്തിൻ്റെ സയൻറ്റിഫിക് റിഗർ വിട്ട് കളയാതെ തന്നെ, എന്നാൽ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും യുണീക്കായി കാണപ്പെടുന്ന ഹ്യൂമൻ സോഷ്യൽ ആക്ഷനെ പറ്റിയിട്ട് സബ്ജക്റ്റീവായിട്ടുള്ള ഡയമെൻഷനിലൂടെ തന്നെ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ആപേക്ഷികമാണ് ഓരോ മനുഷ്യൻ്റെയും ചിന്താഗതികളും ചിന്താരീതികളും. ഓരോ മനുഷ്യനും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സ്വന്തം അടുത്തുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല. നമ്മൾ പല രീതിയിൽ ചിന്തിച്ചേക്കാം. പല കാര്യങ്ങളെ പറ്റിയിട്ടും പലർക്കും പലതരത്തിലുള്ള വീക്ഷണങ്ങളാണ് ഉണ്ടാവുക. ഒരേ വീട്ടിൽ തന്നെയാണെന്നോ അല്ലെങ്കിൽ ട്വിൻസ് ആണെന്നോ പോലുള്ള ആ ഒരു കൺസിഡറേഷൻസ് ഒന്നും അതിൻ്റെ പിന്നിലില്ല. ഓരോ മനുഷ്യർ യുണീക്കായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പം സബ്ജക്റ്റീവായിട്ടുള്ള ഡയമെൻഷൻസ് എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്തെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠനം ശരിയായ രീതിയിൽ നടക്കുള്ളൂ, അല്ലേ? അപ്പം ആ ഒരു കാര്യം ഇരിക്കെ തന്നെ എന്നാൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ട് കളയാണ്ടേയും. അപ്പം ഭാവനകളുടെ അതിപ്രസരമൊന്നുമില്ല, പകരം എന്താണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ റിസർച്ചുകളൊക്കെ പോകുന്നത്. എന്നാൽ
എന്താണ് എല്ലാ തരത്തിലുള്ള ഡയമെൻഷൻസും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പഠനം പോകുന്നത് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം 1937 പുറത്തിറക്കിയിട്ടുള്ള ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന പുസ്തകത്തിലാണ് ഈ ഒരു സോഷ്യൽ ആക്ഷൻ തിയറിയെ പറ്റിയിട്ട് ഇദ്ദേഹം പ്രതിപാദനം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു സോഷ്യൽ ആക്ഷന് പ്രധാനപ്പെട്ട 4 കണ്ടീഷൻസ് വേണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ ചെറിയ ലൈറ്റർ ആയിട്ടുള്ള വേർഷൻ നമ്മൾ മറ്റേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ എന്താ പറയുക, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് ഈ ക്ലാസ്. ഓക്കെ, ഫസ്റ്റ് ഇസ് സോഷ്യൽ സിറ്റുവേഷൻ, അത് സാമൂഹികമായിട്ടുള്ള ആസ്പെക്റ്റാണ്. നെക്സ്റ്റ് ഇസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ഗോൾസ്, അതായത് ഒരു മോട്ടിവേഷണൽ ആസ്പെക്റ്റാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് പിന്നിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും അല്ലേ. അപ്പം എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും ഓരോ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പം അതൊരു മോട്ടിവേഷണൽ ആസ്പെക്റ്റാണ്. അപ്പോൾ അത് ഓരോരുത്തരിലും ആപേക്ഷികമായതുകൊണ്ട് തന്നെ അതൊരു മൈക്രോ ലെവൽ ആസ്പെക്റ്റാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ഇസ് റെഗുലേറ്റഡ് ബൈ ദ നോംസ് ആൻഡ് വാല്യൂസ്, അതായത് വാല്യൂ ആസ്പെക്റ്റ് ആണ്. അപ്പം എപ്പോഴും നമ്മൾ ഓരോ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പല പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നോംസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് മൂല്യങ്ങളുണ്ടാവില്ല. അപ്പം നോംസും മൂല്യങ്ങളെയും ആസ്പദമാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയും ചിന്തിക്കുക എന്ന് പറയാൻ പറ്റില്ല, പ്രവർത്തിക്കുന്നത്. ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിന്തിക്കുന്നതിന് നമുക്ക് മോറൽ വാല്യൂസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്തും ചിന്തിക്കാം, ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ല. പക്ഷേ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്താണ്, നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കില്ലേ. നമ്മൾ ചീത്തപ്പേരാവോ, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നിരക്കുന്നതാണോ, നമ്മുടെ മതപരമായിട്ടുള്ള വാല്യൂസിന് നിരക്കുന്നതാണോ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കത്തില്ലേ. അപ്പം അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട്, അല്ലെങ്കിൽ നോംസ് കൊണ്ട്, വാല്യൂസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യപ്പെടുകയാണ്, റെഗുലേറ്റ് ചെയ്യപ്പെടുകയാണ്. അത്തരത്തിലുള്ള ഒന്നിനെയാണ് വാല്യൂ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂ ആസ്പെക്റ്റ് നിർബന്ധമായിട്ടും എന്തിനു വേണം, സോഷ്യൽ ആക്ഷന് വേണം അല്ലേ. അപ്പോൾ അത് ഒരു മാക്രോ ലെവൽ ആസ്പെക്ട്സ് ആണ്, അതായത് കുറച്ചും കൂടെ വൈഡായിട്ടുള്ള ബ്രോഡായിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. കാരണം അത് സമൂഹത്തിന് എല്ലാത്തിനെയും ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻവോൾവ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എനർജി. ബയോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. നമ്മൾ എന്തുമാത്രം അതിലേക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ എനിക്ക് പഠിപ്പിക്കുക എന്നുള്ളത് വലിയ സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ്. ഇപ്പം ഒരു പക്ഷേ അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്ന എനർജി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടെങ്കിൽ ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ഓക്കെ, അപ്പം എത്രമാത്രം നമ്മൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് സോഷ്യൽ ആക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ പ്രീ കണ്ടീഷൻസ് ഫോർ എ സോഷ്യൽ ആക്ഷൻ. ഓക്കെ, ഒരാൾ സോഷ്യൽ ആക്ഷനിൽ ഏർപ്പെടുന്നതിന് 2 ഓൾട്ടർനേറ്റീവ് മീൻസ് ആണുള്ളത്. ഫസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓറിയൻറ്റേഷൻ. അത് മോട്ടിവേഷണൽ, അതായത് മൈക്രോ ലെവലാകാം, അല്ലെങ്കിൽ വാല്യൂ മാക്രോ ലെവലാകും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് മോട്ടിവേഷണൽ ഓറിയൻറ്റേഷൻ. ഈ ഒരു മോട്ടിവേഷണൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നൊരു ഭാഗത്തിനെ, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ് വെബർ. ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽസ് ഓൺ നീഡ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്ലാൻ അബൌട്ട് നോയിങ് ദ ഫിനോമിന. നമ്മൾ വെബറിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ നീഡും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എഫെക്ഷനേറ്റ് നീഡ്, ഇമോഷണൽ നീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ UG ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് മോട്ടിവേഷണൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് നമ്മുടെ ടാൽക്കട്ട് പാർസൺസിൻ്റെ സോഷ്യൽ ആക്ഷൻ തിയറിക്ക് ഉണ്ടായത്. ഇതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വരുന്നത്: കത്തറ്റിക് ആക്ഷൻ, കോഗ്നിറ്റീവ് ആക്ഷൻ ആൻഡ് ഇവാലുവേറ്റീവ് ആക്ഷൻ. ഇപ്പം കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരാളുടെ റാഷണാലിറ്റി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ജ്ഞാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കോഗ്നിറ്റീവ് ആക്ഷൻസ് ഉണ്ടാവുന്നത്. അതേസമയം കത്തറ്റിക് ആക്ഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് ഓർ ഇമോഷണൽ ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ എപ്പോഴും പറയാറുള്ളതാണ്. വെള്ളത്തിലേക്ക് വീഴുന്ന കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അമ്മ ചാടുന്ന ഒരു രംഗം അല്ലേ. അപ്പോൾ അതാണ് കത്തറ്റിക് ആക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇവാലുവേറ്റീവ് ആണ്. ബെസ്റ്റ് യൂസ് ഓഫ് എനർജി ടു സാറ്റിസ്ഫൈ ദ നീഡ്, നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക, വാല്യൂ, അതായത് ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് ഗുണം എന്നുള്ള രീതിയിലുള്ള ആക്ഷൻസിനെയാണ് ഇവാലുവേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മോട്ടിവേഷണൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്സിന് ഇത്തരത്തിലുള്ള 3 ടൈപ്പ് ഓഫ് ആക്ഷൻസ് ആണ് ഇവിടെ വരിക. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാല്യൂ ഓറിയൻറ്റഡ്. ഈ വാല്യൂ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എമൈൽ ദുർഖൈമിൻ്റെ തിയറികളിൽ നിന്നാണ്. വാല്യൂ
ഓറിയൻറ്റേഷൻ. ഓക്കെ, അപ്പം ഇത് അതാണ് ED's ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. എമാനുവൽ ദുർഖൈംസ് ഇൻഫ്ലുവൻസ് ആണത്. ഓക്കെ, പ്രധാനമായിട്ടും നോംസും വാല്യൂസും നേരത്തെ പറഞ്ഞതുപോലുള്ള ധാർമ്മികത, അതുപോലെ തന്നെ മൂല്യങ്ങൾ, ഇവയൊക്കെയാണ് ചില ആക്ഷൻസിനെ സ്വാധീനിക്കുന്നത്. നമ്മൾ പാവപ്പെട്ടവന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സങ്കടം തോന്നിയിട്ട് ഒരാളെ സഹായിക്കുക, ചിലപ്പം ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ആക്ഷൻസിൻ്റെ ഒക്കെ പിറകിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ നോംസും നമ്മുടെ വാല്യൂസുമാണ്. നോംസും വാല്യൂസും കുറഞ്ഞ ആളുകൾ താരതമ്യേന സമൂഹം അംഗീകരിക്കാത്ത കാര്യങ്ങൾ ചെയ്യും. നോംസും വാല്യൂസും ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് വാല്യൂ ഓറിയൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ് ഉള്ളത്. ഇൻസ്ട്രുമെൻ്റ്